ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 7ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് ഓണം എക്സാം ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസർ കീ ആണ്. ആൻസർ കീ ആണ് നമ്മളിതിൽ മെയിനായിട്ട് നോക്കാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ എഴുതിയ ഓണം എക്സാമിൻ്റെ ആൻസർ കീ ആണ് ഇംഗ്ലീഷിൻ്റെ ആൻസർ കീ. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഈ ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് പിൻ ചെയ്യുന്നതായിരിക്കും, കമൻസിൽ പിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കമൻറ്റുകളും ഒന്ന് ചെക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യം നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട് ഇവിടെ. ആ പാരഗ്രാഫിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ ഈ പാരഗ്രാഫ് വായിച്ച് വെറുതെ സമയം കളയുന്നില്ല. അപ്പോൾ ഒരുപാട് ലെങ്തി ആയി പോകും. അപ്പോൾ നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻസ് നോക്കാം, അതിൻ്റെ ആൻസേഴ്സ് മാത്രം നോക്കാം. പാരഗ്രാഫ് നിങ്ങളുടെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് വെച്ചിട്ട് ആൻസർ ചെക്ക് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ്, ഫസ്റ്റ് എ ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് റിയ ഗീവ് മനു? റിയ എന്താണ് മനുവിന് കൊടുത്തത്? ആൻസർ ആണ് എ പേപ്പർ. ഓക്കെ, അപ്പോൾ അത് മാർക്ക് ചെയ്ത് തരാം ഇതിൽ. നെക്സ്റ്റ്, റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഇവിടെ 4 സ്റ്റേറ്റ്മെന്റ്സ് വന്നിട്ട് ഏതാണ് കറക്റ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ബിയുടെ ആൻസർ വരുന്നത് 1, 2, 3 ആർ കറക്റ്റ്. സി ആണ് ആൻസർ. വാട്ട് ഇസ് ദ മെസ്സേജ് ഓഫ് ദിസ് സ്റ്റോറി? സ്റ്റോറിയുടെ മെസ്സേജ് ആണ് സി. ക്വസ്റ്റ്യൻ ആൻസർ വി ഷുഡ് ഹെൽപ്പ് അതേഴ്സ്. ഇതാണ് ആൻസർ വരിക. ക്ലിയർ ഇല്ല എന്ന് പറയരുത്, ആൻസർക്ക് ഇത്ര ക്ലിയറോടെ വരുന്നുള്ളൂ, അതുകൊണ്ടാണ് വി ഷുഡ് ഹെൽപ്പ് അതേഴ്സ് ആണ്. നെക്സ്റ്റ് വരുന്നത് ഡി ക്വസ്റ്റ്യൻ, ഐ ഡിഡ് ദ ടീച്ചർ കൺഗ്രാജുലേറ്റ് റിയ? എന്തിനാണ് റിയനെ കൺഗ്രാജുലേറ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ, റിയ ഈസ് ഹാപ്പി ഫോർ ദി സക്സസ് ഓഫ് ഹർ ഫ്രണ്ട്സ്. ഷി നെവർ ഗെറ്റ്സ് ഡിസപ്പോയിൻറ്റഡ്. ഷി ഓൾവേസ് ഹെൽപ്സ് ഹർ ഫ്രണ്ട്സ്. അടുത്തത് 2, അറ്റംപ്റ്റ് എനി വൺ ആക്ടിവിറ്റി ഫ്രം ദ ഫോളോയിങ് ആണ്. ഒരു ക്യാരക്ടർ സ്കെച്ച് എഴുതണം. പ്രിപ്പയർ എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് റിയ. റിയയുടെ ഒരു ക്യാരക്ടർ സ്കെച്ചാണ്, അത് നമുക്ക് എഴുതാം. 2A 2B പറഞ്ഞിട്ട് ഓർ ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതിയാവും. ഞാൻ 2Aയുടെയും 2Bയുടെയും ആൻസേഴ്സ് ഇവിടെ തരുന്നുണ്ട്. റിയ ഈസ് എ 12-year-old girl studying in class 7. She is described as a pleasant-looking child with long curly hair and charming face. She has a great love for art, especially drawing and painting. Riya is thoughtful and disciplined. She likes to sit quietly and reflect before starting her work, as it helps to think better. She is also very kind-hearted and helpful. She always showed a positive attitude. She was humble, generous and always willing to learn from her mistakes. Riya's qualities of kindness, helpfulness, positivity and determination makes her lovable and inspiring student. അടുത്തത് 2B. നിങ്ങൾ എ അല്ലെങ്കിൽ ബി ചെയ്താൽ മതിയാകും. ഇതിൽ ബിയുടെ വരുന്നത് റൈറ്റ് എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ദി ഗേൾ എ ഡോൾസ് ജേർണി. ഈ ഹിന്റ് വെച്ചിട്ട് ഏകൻ ഒരു ക്യാരക്ടർ സ്കെച്ച് തന്നെയാണ്. ആൻസർ നോക്കാം. The girl in the story, A Doll's Journey, is very loving and emotional. She loves her doll very much and always keeps it close to her. When she loses the doll, she feels very sad and spends time sitting in the park, missing it deeply. She becomes happy and excited when she receives letters from the door, as it gives her hope and comfort. She patiently waits for the doll to return to her, showing her faith and affection. The girl is innocent, sensitive and full of love. Her deep attachment to the doll shows her caring and hopeful nature. അടുത്തത് 3, അറ്റംപ്റ്റ് എനി വൺ ആക്ടിവിറ്റി ഫ്രം ദ ഫോളോയിങ് ആണ്. പോസ്റ്ററോ നോട്ടീസോ, 3-ൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. ആദ്യത്തെ പോസ്റ്ററാണ്, രണ്ടാമത്തെ നോട്ടീസാണ്. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താലും മാർക്ക് കിട്ടും. ഞാൻ ഇവിടെ 2ഉം ചെയ്യുന്നുണ്ട്. ആദ്യം നമുക്ക് പോസ്റ്റർ നോക്കാം. Say no to social media addiction. Stop scrolling, start living. Too much social media affects health. It reduces study time and spoils relationship. Don't let it control your life. Spend time with family and friends. Read, play, create and explore the real world. Balance your life. Use social media wisely. Okay, അപ്പോൾ ഇങ്ങനെ നമുക്ക് ആക്കാം ഒരു പോസ്റ്റർ. ഇനി അടുത്ത നമുക്ക് വരുന്നത് നോട്ടീസാണ്. ഇംഗ്ലീഷ് ക്ലബ്ബ് അവയർനെസ് ഓൺ സോഷ്യൽ മീഡിയ അഡിക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക്ക് ഒരു നോട്ടീസ് തയ്യാറാക്കുന്നതാണ്. അപ്പോൾ നോട്ടീസ് നോക്കാം. ഇംഗ്ലീഷ് ക്ലബ് അവയർനെസ് ക്ലാസ് ഓൺ സോഷ്യൽ മീഡിയ അഡിക്ഷൻ, ഇതാണ് നമ്മുടെ ഹെഡിങ് വരിക. All students are hereby informed that the English Club of our school is organizing an awareness class on social media addiction. The session will focus on the ill effects of excessive social media use and way to overcome it. Date 12th September 2025. Time 10 a.m. to 12 p.m. Venue school auditorium. All students from classes 7 to 10 are requested to attend the program without fail. Secretary English Club. Okay.
ഈ നാലാമത്തെ വരുന്നത് നമുക്കൊരു ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്യാനാണ്. നിഹാരാസ് ഫാദർ പർച്ചേസ്. അപ്പോൾ നിഹാരയുടെ ഫാദർ ഒരു പുതിയ TV വാങ്ങിച്ചു. പക്ഷെ ഒരു മാസം കഴിഞ്ഞപ്പോൾ TV വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഫാദർ നിഹാരയോട് കമ്പനിക്ക് ഒരു കംപ്ലൈൻറ്റ് ഇമെയിൽ അയക്കാൻ പറയുകയാണ്. അപ്പോൾ ആ ഇമെയിലാണ് നമ്മൾ എഴുതേണ്ടത്. ടു എന്ന് പറയുന്നത് ആർക്കാണ് നമ്മൾ മെയിൽ ചെയ്യണം അവരുടെ അഡ്രസ്സ് ആയിരിക്കണം. സബ്ജക്റ്റ് കൊടുക്കണം, സെർന്ന് കൊടുത്തിട്ട് അത് എഴുതണം. നമുക്ക് ഇമെയിൽ നോക്കാം. അപ്പോൾ കമ്പനിയുടെ പേര് കൊടുക്കുക. സബ്ജക്റ്റ് കംപ്ലൈൻറ്റ് റിഗാർഡിംഗ് ഫോൾട്ടി ടെലിവിഷൻ ആണ്. സർ മാഡം മൈ ഫാദർ മിസ്റ്റർ ഓർ മിസ്സസ്, ഫാദറിൻ്റെ പേര് കൊടുക്കുക. പർച്ചേസ് ന്യൂ ടെലിവിഷൻ ഫ്രം യുവർ കമ്പനി ഓൺ ആ ഡേറ്റ് കൊടുക്കുക കേട്ടോ. പർച്ചേസ് ചെയ്ത ഡേറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കുക. വി ആർ റൈറ്റിംഗ് ടു റിപ്പോർട്ട് ദാറ്റ് ദ ടെലിവിഷൻ ഹാസ് സ്റ്റോപ്ഡ് വർക്കിംഗ് ആഫ്റ്റർ ഓൺലി 1 month of use. We kindly request your assistance in resolving this issue. We would appreciate we would appreciate it if you could arrange for a repair, replacement or provide a suitable solution as per the warranty terms. Please let us know the necessary steps to proceed. Thank you for your time and consideration. Sincerely Nihara. നിഹാരയുടെ കോൺടാക്ട് നമ്പറും ഇമെയിൽ അഡ്രസ്സും ഇവിടെ കൊടുക്കുക. അപ്പോൾ ഇത്രയാണ് ചെയ്യേണ്ടത്. ഇമെയിൽ ആണ് കേട്ടോ ഇത്. നെക്സ്റ്റ് നമുക്കൊരു കോൺവെർസേഷൻ ആണ്. വൺ ഡേ റോണോ വിസിറ്റഡ് റിക്കി. റോണോ റിക്കിനെ വിസിറ്റ് ചെയ്യാണ്. ഹി ഗോട്ട് സർപ്രൈസ് ടു സീ ദ ക്ലീൻ റൂം ഓഫ് റിക്കി. ഇപ്പോൾ റിക്കിയുടെ ക്ലീൻ റൂം കണ്ട് സർപ്രൈസ്ഡ് ആവുകയാണ്. റൈറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ റിക്കിയും റോണോ തമ്മിലുള്ള കോൺവെർസേഷൻ. ഇപ്പോൾ റോണോ പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഇസ് സർപ്രൈസിങ് യുവർ റൂം ഇസ് പ്രിറ്റി ക്ലീൻ. ഹു ഡിഡ് ദിസ്? ആരാ ചെയ്തത്? ഇത്ര ക്ലീനിങ് ഒക്കെ നന്നായിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. റിക്കി മൈ ന്യൂ റോബോട്ട് ഹെൽപ്ഡ് മീ ക്ലീൻ ഇറ്റ്. റോണോ എ റോബോട്ട് ദാറ്റ്സ് അമേസിങ്. വേർ ഡിഡ് യു ഗെറ്റ് ഇറ്റ്? റിക്കി മൈ അങ്കിൾ ഗിഫ്റ്റഡ് ഇറ്റ് ടു മീ ലാസ്റ്റ് വീക്ക്. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് ഒരു എഡിറ്റിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. Shubhanshu Shukla fly to space on June 25, 2025. He was excited to watch the green earth from the space. He conducted many experiments during his time at space. Shukla hopes his journey would children encourage to dream big. അപ്പോൾ ഇവിടെ കുറേ മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായി നോക്കാം. ആദ്യം ഫ്ലൈ അല്ല ഇവിടെ വരിക, ഇത് ഫ്ലൂ ആവും. എയുടെ ആൻസർ. എക്സൈറ്റഡിൻ്റെ സ്പെല്ലിങ്ങിൽ ഇവിടെ ഒരു സിയും കൂടി കയറും. EXCI ആണ് കേട്ടോ. TED വരും. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫ്ലൂ, എക്സൈറ്റഡ്. അടുത്തത് ഇവിടെ ക്യാപിറ്റൽ H ഹി വരും. നെക്സ്റ്റ് ഇവിടെ ഇന്നാണ്. നെക്സ്റ്റ് എൻകറേജ് ചിൽഡ്രൻ എന്നാണ് കേട്ടോ. അതാ ഇതാണ് അവിടെ വരേണ്ടത്. എൻകറേജ് ചിൽഡ്രൻ. ഇത് ഇപ്പുറത്തേക്ക് വരും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് എൻകറേജ് ചിൽഡ്രൻ എന്നാക്കി മാറ്റുക. ഇതാണ് നമ്മുടെ ABCD 5 ആൻസേഴ്സ് വരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസേഴ്സ്. എല്ലാ ആൻസേഴ്സും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓർ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അടക്കം നമ്മൾ ചെയ്തിട്ടുണ്ട്. ആരും വന്ന് ആൻസർ കണ്ടില്ല എന്നൊന്നും കമൻറ്റ് ചെയ്യരുത്. ചിലപ്പോൾ ചെറിയ ക്ലിയറിൻ്റെ പ്രശ്നം ഉണ്ടായിരിക്കും. അത് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എടുക്കുന്ന ടൈമിൽ വരുന്ന ക്ലിയർ കുറവാണ്. അത് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, ക്ലിയർ കുറവ് ഉണ്ടെങ്കിൽ മാത്രം. അപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ ഞങ്ങളെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.